ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു തക്കാളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തക്കാളിയും സവാളയും മാത്രം മതി നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാൻ. വെറും 10 മിനിറ്റ് മാത്രം മതി. രാവിലെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി തയ്യാറാക്കുവാണെങ്കിൽ ഇഡ്ഡലിക്ക് കറിയായിട്ട് ഈ ഒരു സാമ്പാർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്ക് ചോറിൻ്റെ കൂടെയും ഈ സാമ്പാർ കൂട്ടാവുന്നതാണ്. വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും ഈ സാമ്പാർ മാത്രം മതി നമുക്ക് കൂട്ടാനായിട്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തക്കാളി സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ സവാളയും എടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകി ഒരു സോസ് പാനിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു സോസ് പാനിലേക്ക് നന്നായിട്ട് കഴുകിയ തക്കാളീനെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം, അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ആ പുറത്ത് തൊലിയൊന്ന് പൊട്ടി വരും. ആ പൊട്ടി കഴിയുമ്പോഴത്തേന്, ആ തൊലിയൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് സ്റ്റവിൽ നിന്ന് എടുത്തിത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ മുകളിലുള്ള തൊലി ഒന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തക്കാളി വേവിച്ചിട്ട് നമ്മൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സാമ്പാർ നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. ഇപ്പം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ് 3 തക്കാളിയാണല്ലോ വേവിച്ച് വെച്ചിരുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട, ഈ തക്കാളി മാത്രം ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നല്ല നൈസായിട്ട് അരയൊന്നും വേണ്ട, കുറച്ചൊരു തരിയായിട്ടിരുന്നോട്ടെ. അങ്ങനെ ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇത് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അതിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് സവാള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനിയൊരു ചട്ടിയോ പാനോ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആദ്യം നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, കടുക് വേണമെങ്കിലും ചേർക്കാം. കടുക് ഞാൻ ചേർത്തിട്ടില്ല, ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് വറ്റൽ മുളകും ഫ്രഷായിട്ടുള്ള കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കായത്തിൻ്റെ പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി, മുഴുവനോടെയുള്ള വെളുത്തുള്ളി. ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാമ്പാറിനകത്ത് നമുക്ക് വെളുത്തുള്ളി അങ്ങനെ തന്നെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടൊന്ന് ലൈറ്റായിട്ട് അതൊന്ന് വറന്ന് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി വേണമെങ്കിൽ മുഴുവനോടെയുള്ള ചെറിയുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കുക, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് വഴന്ന് പോകണമെന്നൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂണ് ചില്ലി പൗഡർ, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും. ഇനി സാമ്പാർ പൊടി, ഏത് സാമ്പാർ പൊടിയാണോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആ സാമ്പാർ പൊടി ഒരു 1/2 സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എത്രത്തോളം സാമ്പാറിന് വെള്ളം വേണോ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്. നമ്മളിപ്പോൾ രസമൊക്കെ ഉണ്ടാക്കും ആ മാതിരി വെള്ളം ആകരുത്. നമ്മളൊരു സാമ്പാറിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിൽ വേണം വെള്ളം ഇതിൽ ഉണ്ടാകാൻ. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സാമ്പാർ തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. അന്നേരം ആ മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ട് കറി ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടും നമുക്ക്. അപ്പം കറി നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് മൂടി ഒരു 5 മിനിറ്റ് വെക്കണം. അത് കഴിയുമ്പം നമുക്ക് ഈ സാമ്പാർ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള സാമ്പാർ, തക്കാളി സാമ്പാർ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. തക്കാളി സവാള ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കിക്കോ. ഇഡ്ഡലിയുടെ കൂടെ പറയണ്ട കേട്ടോ,
അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. അപ്പം ഇതുപോലത്തെ ഇനിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.